ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ നോക്കാനായിട്ട് പറ്റുമോ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പറ്റുമോ, ആ ഭാഗത്ത് നിന്ന് എന്തൊക്കെ പ്രീവിയസ് വന്നിട്ടുണ്ടോ അതൊക്കെ നോക്കാം. നമ്മുടെ August 23 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതാ പറയുന്നത് ഡേയ്സ് ആൻഡ് തീംസ് എന്ന് പറയുന്നത് എപ്പോഴും PSCയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവാർഡുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ, അവർ റൈറ്റ്സ്, അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് റബീഹത്ത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് റീസെന്റ് നടന്നിട്ടുള്ള PSCയുടെ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ PSCയുടെ ഒരു എക്സാം പാറ്റേൺ അതല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് പലപ്പോഴും ബുദ്ധിമുട്ടാക്കുന്ന ഒരു ഏരിയ ആണല്ലോ. നിങ്ങൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏത് ഏരിയ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഈ പറയുന്ന റീസെന്റ് നടന്നിട്ടുള്ള PSC എക്സാമുകൾ മനസ്സിലാക്കുക. അതിൽ ഈ പറയുന്ന കറണ്ട് അഫെയറിന്റെ ഭാഗത്ത് നിന്ന് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏത് ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റീസെന്റ് നടന്നിട്ടുള്ള എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ടുകളും നമുക്ക് പഠിച്ചു പോകാം. സോ ആദ്യത്തെ ചോദ്യം ഇതാണ്, 2025 കബഡി ലോകകപ്പിന്റെ വേദി ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ വെന്യൂസ് എന്ന് പറയുന്നത് വെന്യൂസ് എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് ചോദ്യങ്ങൾ കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. വേദികൾ ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന G20യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വേദികൾ, അതുപോലെ തന്നെ ബ്രിക്സ് സമ്മിറ്റിന്റെ വേദികൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പൊ സ്റ്റേറ്റ് ലെവലിൽ തന്നെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വേദികൾ ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സ്പോർട്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ഇതില് 2025 കബഡി ലോകകപ്പിന്റെ വേദി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ. നേരെ നമുക്ക് ഉത്തരത്തിലോട്ട് അങ്ങ് പോവാം. ബി ആണ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇംഗ്ലണ്ട് ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. അപ്പോൾ 2025 കബഡി ലോകകപ്പിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നോക്കാനായിട്ടുണ്ട്. അതായത് ഇതിലെ വിന്നേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? നമ്മുടെ ഇന്ത്യ തന്നെയായിരുന്നു. ഇന്ത്യ തന്നെയായിരുന്നു ഇതിലെ വിന്നേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത് വിമൺ ആണെങ്കിലും അതുപോലെ തന്നെ മെൻ കാറ്റഗറി ആണെങ്കിലും, വിമൺ മെൻ കാറ്റഗറിയിൽ രണ്ടിലും ഫൈനലിൽ ആരെയാണ് തോൽപ്പിക്കുന്നത്? ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ വിന്നേഴ്സ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സെക്കൻഡ് എഡിഷൻ ആണ് 2025 നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ കബഡി ലോകകപ്പിന്റെ ആദ്യത്തെ എഡിഷൻ നടക്കുന്നത് എന്നായിരുന്നു? 2019 മലേഷ്യയിൽ വെച്ചുകൊണ്ടായിരുന്നു ഇതിന്റെ ആദ്യത്തെ എഡിഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. അത്രയും കാര്യങ്ങൾ അവിടെ എന്തായാലും ഓർമ്മിച്ച് വെക്കുക. ഫൈനലില് നമ്മുടെ ഇന്ത്യ തന്നെയായിരുന്നു. രണ്ടിലും മെൻ വിമൻ കാറ്റഗറിയിൽ രണ്ടിലും ആരും തന്നെയാണ് തോൽപ്പിക്കുന്നത്, ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, നമ്മുടെ 2025 ഇന്ത്യൻ നാഷണൽ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ് എന്നുള്ളതാണ്. അപ്പൊ വേദികൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ പോലെ തന്നെ ഇവിടെ അവാർഡുകൾ എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അത് സ്റ്റേറ്റ് ലെവലിലാണെങ്കിലും നാഷണൽ ലെവലിലാണെങ്കിലും അതല്ലാതെയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള അവാർഡ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഇപ്പൊ ഈ പറയുന്ന സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വയലാർ, ഓടക്കുഴൽ അവാർഡ്, ഇത്തരത്തിലുള്ള എല്ലാ അവാർഡ് കാറ്റഗറികളും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയിട്ടുള്ള കന്നഡ എഴുത്തുകാരി ആരാണ് എന്ന് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബാനു മുഷ്താഖ് ആണ് അല്ലെ. ബാനു മുഷ്താഖ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ് അവരുടെ കൃതിയായിട്ടുണ്ടായിരുന്നത്? ഹാർട്ട് ലാമ്പ്. ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്ന കൃതിക്കാണ് അവർക്ക് ഈ പറയുന്ന 2025 ഇന്ത്യൻ നാഷണൽ ബുക്കർ പ്രൈസ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2024 ഈ പറയുന്ന ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആരാ നേടിയിട്ടുണ്ടായിരുന്നത്? ജെന്നി എർപ്പൻബെക്ക്. ജെന്നി എർപ്പൻബെക്കിനായിരുന്നു 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയിട്ടുണ്ടായിരുന്നത്. അവരുടെ കൃതി ഏതാണ്? കൃതിയുടെ പേരൂടെ ഒന്ന് നോട്ട് ചെയ്യുക, കൈറോസ്. കൈറോസ് എന്ന് പറയുന്ന കൃതിക്കാണ് 2024 ജെന്നി എർപ്പൻബെക്കിന് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഇവിടെ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2025 നേടിയ ഹാർട്ട് ലാമ്പ് എന്ന കൃതിക്ക് നേടിയ ബാനു മുഷ്താഖിന്റെ ഈ ഒരു കൃതി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആരാണ്? ദീപാ ബസ്തി ആയിരുന്നു എന്നുള്ളതൊന്ന് പഠിച്ചു വെക്കുക. എങ്ങാനും ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക്
കിട്ടാതെ പോകരുത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രത്യേകിച്ച് എന്തെങ്കിലും സ്പേസ് മിഷൻസ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നതാണ്. സോ അതില് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്ക യാത്രക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ്. നിങ്ങൾ ആക്സിയം മിഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഈ ആക്സിയം മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ സുനിത വില്യംസിന്റെ ക്രൂ 9 മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് റീസെന്റ് നടന്നുള്ള എക്സാമുകൾക്ക് നമുക്ക് അത്യാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ ഈ പറയുന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും അവർ മടക്ക യാത്ര അവിടെ തങ്ങിപ്പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്ക യാത്രക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഏതായിരുന്നു? നമ്മുടെ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ. ഓക്കെ, ക്രൂ ഡ്രാഗൺ എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് ആയിരുന്നു. ഫ്രീഡം എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഈ പറയുന്ന സ്പേസ് എക്സിന്റെ ആണത്. ക്രൂ ഡ്രാഗൺ എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് ആയിരുന്നു അവര് മടക്ക യാത്രക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ തിരിച്ച് ഇനി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വരാം. ഈ പറയുന്ന ക്രൂ ഡ്രാഗൺ എന്ന് പറയുന്നത് ആരുടെയാണ്, ഏതിന്റെയാണ് എന്നുള്ളത് സ്പേസ് എക്സിന്റെ ആണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതാണ് നമ്മുടെ സുനിത വില്യംസിന്റെ ബുച്ച് വിൽമോറിന്റെ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ വന്നിട്ടുള്ള ബഹിരാകാശ അല്ലെങ്കിൽ സ്പേസ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുഭാംശു ശുക്ല. ഓക്കെ, ശുഭാംശു ശുക്ല എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം ഏതായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആക്സിയം മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരം ഏതാ? നമ്മുടെ ആക്സിയം മിഷൻ അല്ലെ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ആക്സിയം മിഷൻ ആണ്. അപ്പോൾ ഈ ആക്സിയം മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ സുനിത വില്യംസുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ പെഗ്ഗി വിൽസൺ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഈ ആക്സിയം മിഷന്റെ കമാൻഡർ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആര്? പെഗ്ഗി വിൽസൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടുകൾ നമുക്ക് ഇവിടെ ആക്സിയം മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കി പോവാം. നമുക്കറിയാം ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള മിഷൻ ആയിരുന്നു അല്ലെ. നമ്മുടെ ഈ പറയുന്ന USA, അതുപോലെ തന്നെ ഇന്ത്യ, പോളണ്ട്, അതുപോലെ തന്നെ ഹംഗറി, ഇവരെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു ഈ പറയുന്ന ആക്സിയം 4 മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആക്സിയം 4 എന്ന് പറയുന്ന മിഷൻ കൊളാബറേറ്റീവ് ആയിട്ടാണ്. അതായത് നാസ ഉണ്ട്, സ്പേസ് എക്സ് വരുന്നുണ്ട്, ആക്സിയം സ്പേസ് വരുന്നുണ്ട്, ISRO വരുന്നുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു. റീസെന്റ് നടന്നിട്ടുള്ള എക്സാമിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ പറയുന്ന ആക്സിയം മിഷനിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. എന്നിട്ട് 4 ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ 4 രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. USA വരുന്നുണ്ട്, ഇന്ത്യ വരുന്നുണ്ട്, പോളണ്ട് വരുന്നുണ്ട്, ഹംഗറി വരുന്നുണ്ട്. ഇതിൽ എവിടെ നിന്നൊക്കെയുള്ള ക്രൂ അംഗങ്ങൾ ആയിരുന്നു ഈ ഒരു മിഷനിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നേ എന്നുള്ളത് PSC തന്നെ റീസെന്റ് നടന്ന ഒരു എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് മിഷൻസ് നമ്മൾ നോക്കുമ്പോൾ സ്പേസ് എക്സ്, ISRO, നാസ എല്ലാവരും അടങ്ങുന്നതാണ്. ടെക്സസ് ആസ്ഥാനമായിട്ടുള്ള സ്റ്റാർട്ടപ്പ് ആണ് ആക്സിയം സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ സ്പേസ് എക്സുമായി സഹകരിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു എന്നുള്ളത്. 2025 ജൂൺ 25 കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ്, US കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് ഇതിന്റെ വിക്ഷേപണം നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഫാൽക്കൺ 9 റോക്കറ്റിലാണ്, സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ജൂലൈ 15, 2025 ഇവര് റിട്ടേൺ എത്തുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ 2 പ്രധാനപ്പെട്ട വ്യക്തികളാണ് പെഗ്ഗി വിൽസണും അതുപോലെ തന്നെ നമ്മുടെ ശുഭാംശു ശുക്ല എന്ന് പറയുന്നത്. പെഗ്ഗി വിൽസൺ എന്ന് പറയുന്നത് ഈ ഒരു മിഷന്റെ കമാൻഡർ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. പെഗ്ഗി വിൽസനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാനുണ്ട്. അതായത് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം അവരുടെ എല്ലാ മിഷനുകളിലായിട്ടും അവർ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ ചിലവഴിച്ച ഒരു വ്യക്തി കൂടിയാണ് ആര്? പെഗ്ഗി വിൽസൺ എന്നുള്ള കാര്യം അവിടെ ഓർമ്മിച്ച് വെക്കുക. സെക്കൻഡ് പൊസിഷനിൽ ആരാ നിൽക്കുന്നത്? നമ്മുടെ സുനിത വില്യംസ് ആണ് എന്നുള്ള കാര്യം കൂടെ അവിടെ പഠിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ശുഭാംശു ശുക്ല എന്ന് പറയുന്നത് ഈ ഒരു മിഷന്റെ ആക്സിയം മിഷന്റെ കമാൻഡർ അല്ല, പൈലറ്റ് ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആര്? നമ്മുടെ ശുഭാംശു ശുക്ല എന്ന് പറയുന്നത്. അപ്പൊ രാകേഷ് ശർമ്മക്ക് ശേഷം 41 വർഷത്തിന് ശേഷം ബഹിരാകാശത്തോട്ട് പോകുന്ന 2ാമത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ആര്? ശുഭാംശു ശുക്ല എന്ന് പറയുന്നത്. ആക്സിയം മിഷന്റെ പൈലറ്റ് ആയിട്ടാണ് ഇദ്ദേഹത്തെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ISS അതല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ശുഭാംശു ശുക്ല എന്നുള്ള കാര്യം കൂടെ അവിടെ പഠിച്ചു വെക്കുക. അപ്പൊ ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ
റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ നോക്കാനായിട്ട് പറ്റുമോ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പറ്റുമോ, ആ ഭാഗത്ത് നിന്ന് എന്തൊക്കെ പ്രീവിയസ് വന്നിട്ടുണ്ടോ അതൊക്കെ നോക്കുക. ശുഭാംശു ശുക്ലയുടെ ഒക്കെ 1-2 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മുടെ പദ്ധതികളും സ്കീമുകൾ എന്ന് പറയുന്നത് മറ്റൊരു പ്രധാന ഏരിയ ആണ്. അപ്പൊ ഇവിടെ കുറച്ച് പഴയ പദ്ധതി ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോവാം. എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളുടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാനായിട്ട് വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് നമ്മുടെ ഉത്തരം വരുന്നത്? ഉണർവാണ് അല്ലെ. ഓപ്ഷൻസ് ഫുള്ളൊന്നും വായിക്കുന്നില്ല. ഉണർവാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പദ്ധതി എന്നുള്ളത് പഠിച്ചു വെക്കുക. പദ്ധതികളുടെ കാര്യം നമ്മൾ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് നേർവഴി, കർമ്മചാരി, ബീറ്റ്സ് പദ്ധതി എന്നുള്ളത് ഇവിടെ അങ്ങ് പഠിച്ചു പോവാം. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എക്സൈസ് വകുപ്പിന്റെ കീഴിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള നേർവഴി എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അതുപോലെ തന്നെ കർമ്മചാരി എന്ന് പറയുന്ന മറ്റൊരു പദ്ധതി വരുന്നുണ്ട്. വിദ്യാഭ്യാസത്തോടൊപ്പം എന്ത് ചെയ്യുക, തൊഴിൽ കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. അതിന് ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വം, വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോട് കൂടിയിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ് കർമ്മചാരി എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അടുത്തതാണ് നമ്മുടെ ന്യൂ ഇന്നിങ്സ് എന്ന് പറയുന്ന പദ്ധതി. എന്താ ന്യൂ ഇന്നിങ്സ് എന്ന് വെച്ചാൽ മുതിർന്ന പൗരന്മാർക്ക് പുതിയ സംരംഭങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിക്കുക, അതിനുള്ള സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പറയുന്ന ന്യൂ ഇന്നിങ്സ് എന്ന് പറയുന്ന സ്കീമിന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ നിഴൽ എന്ന് പറയുന്ന മറ്റൊരു പദ്ധതി വരുന്നുണ്ട്. സ്ത്രീകൾക്ക് രാത്രിയിൽ സുരക്ഷിതവും നിർഭയവുമായി സഞ്ചരിക്കുന്നതിനായിട്ട് കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിഴൽ എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അപ്പൊ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമുകൾ, കാര്യങ്ങൾ, അത് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന സ്കീമുകളാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിലെ പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ ആണ് എന്നുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, മറ്റൊരു പ്രധാന ഏരിയ, കറണ്ട് അഫെയറിന്റെ മറ്റൊരു പ്രധാന ഏരിയ ആയിട്ട് നമുക്ക് വരുന്നതാണ് ഡേയ്സ് ആൻഡ് തീംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡേയ്സ് ആൻഡ് തീംസ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ഏരിയ. അപ്പൊ ഇതാണ് പറഞ്ഞ് ഓരോ ഏരിയാസും ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുക. എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഇവിടെ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റഡ്ലി കാണാൻ പറ്റുന്നത് കറണ്ട് അഫെയറിന്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്നുള്ളതാണ്. 25 നമുക്കറിയാം നമ്മുടെ മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത് എന്നാ, ഡിസംബർ 10 അല്ലെ. ഡിസംബർ 10 നമ്മൾ മനുഷ്യാവകാശ ദിനമായിട്ട് കൊണ്ടാടുന്നത്. അപ്പോൾ 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് നമ്മുടെ ഉത്തരം വരുന്നത്? നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ, അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്ന് പറയുന്നതാണ് 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയമായിട്ട് വരുന്നത്. ഓൺലി 1 അല്ലെ. അപ്പോൾ ഡിസംബർ 10 നമ്മൾ മനുഷ്യാവകാശ ദിനമായിട്ട് കൊണ്ടാടുന്നത്. ഇതിലെ ഓരോ മാസത്തെയും പ്രധാനപ്പെട്ട ദിവസങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചപ്പോൾ നമ്മൾ പറയുന്ന തണ്ണീർത്തട ദിനം, അതുപോലെ തന്നെ ഏപ്രിൽ 7 നമ്മുടെ വേൾഡ് ഹെൽത്ത് ഡേ, ഇതൊക്കെ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നതാണ്. ഒക്ടോബർ 31 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന ഡേയ്സ് ആൻഡ് തീംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശമായി ആചരിച്ചു വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. 2025 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ തീമായിട്ട് വരുന്നത് ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കൽ എന്ന് പറയുന്നതാണ് അതിന്റെ തീമായിട്ട് വരുന്നത് എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണക്കായിട്ടാണ് നമ്മൾ ചന്ദ്രയാൻ ഈ പറയുന്ന സ്പേസ് മിഷൻ ആയിട്ട്, സ്പേസ് ഡേ ആയിട്ട്, നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ഓഗസ്റ്റ് 23 കൊണ്ടാടുന്നത് എന്ന് പറയുന്നുണ്ട്. ചൊവ്വ ഭ്രമണപഥത്തിന്റെ വിജയ സൂചകമായിട്ടാണ് ഇതിനെ കൊണ്ടാടുന്നത്, ഈ ഒരു ദിവസം കൊണ്ടാടുന്നത് എന്ന് പറയുന്നുണ്ട്. അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് ഈ ഒരു മിഷൻ അതല്ലെങ്കിൽ ഈ ഒരു ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തിനാന്നാ പറയുന്നത്, ഇന്ത്യയുടെ പൗരന്മാർക്കിടയിൽ ഈ ബഹിരാകാശ മിഷനുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നാഷണൽ സ്പേസ് ഡേ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഓരോ സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ നോക്കുമ്പോൾ എല്ലാ വർഷം എന്താണ് ഓഗസ്റ്റ് 23 നമ്മൾ ഈ പറയുന്ന നമ്മുടെ നാഷണൽ സ്പേസ് ഡേ ആയിട്ട്, ഓക്കെ, ദേശീയ ബഹിരാകാശ ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. അത് എന്തിന്റെ ഭാഗമാണ് എന്നുള്ളതും നമുക്കറിയാം. 2023 ഓക്കെ, 2023
2023 ഓഗസ്റ്റ് 23 നമ്മുടെ ചാന്ദ്രയാൻ 3 എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നതായിട്ട്, സദേൺ പോളിലായിട്ട് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ പോയിന്റിന് നമ്മൾ ഒരു പേരും കൊടുത്തിട്ടുണ്ടായിരുന്നു, ശിവശക്തി പോയിന്റ് അല്ലെ. ശിവശക്തി പോയിന്റ് എന്ന് പറയുന്ന ഒരു പേരും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സ്മരണക്കായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും 2023 തൊട്ട് എന്താക്കുന്നത്, നാഷണൽ സ്പേസ് ഡേ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് എന്താണ്, അടുത്ത കാര്യം എന്ന് പറയുന്നത് ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കൽ എന്ന് പറയുന്നത് 2025 തീമാണ് എന്നാണ് തന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എക്സാം നടക്കുന്നത് എന്ന് പറഞ്ഞാല് ഈ ഒരു ഓഗസ്റ്റ് 23 2025 മുന്നായിട്ടായിരുന്നു ഇത് നടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു എക്സാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, തെറ്റായിട്ട് തന്നെയാണ് അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ, ഓഗസ്റ്റ് 23 മുന്നേ നടന്ന എക്സാം അല്ല. അപ്പൊ എന്തായാലും 25 തീം അവിടെ ചോദിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇവിടെ 2025 തീമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്തെന്നാ പറയുന്നത്, ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കൽ. അതെന്താ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 2025 ഓഗസ്റ്റ് 23 തീം എന്താ വരുന്നത്, ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ എന്നുള്ളതാണ്. ആര്യഭട്ട തൊട്ട് ഗഗൻയാൻ വരെ എന്നുള്ളതാണ് നമ്മുടെ 2025 ഓഗസ്റ്റ് 23 തീമായിട്ട് വരുന്നത്. സോ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റല്ലേ, അതവിടെ കഴിഞ്ഞു. ഇനി എന്താണ്, ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ വിജയകരമായ ഓർമ്മക്കായിട്ടാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ചൊവ്വ ഭ്രമണപഥത്തിന്റെ വിജയകരമായിട്ടുള്ള ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചൊവ്വയല്ല, ചാന്ദ്രയാൻ ദൗത്യമാണ് അല്ലെ. ചാന്ദ്രയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന ഓഗസ്റ്റ് 23 നമ്മൾ കൊണ്ടാടുന്നത്. പിന്നെ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയും ശരിയാണ്, പൗരന്മാർക്കിടയിൽ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത് കൊണ്ടാടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഏതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്, ഓപ്ഷൻ ബി ആണ്. 1, 3, 5 സ്റ്റേറ്റ്മെന്റ് ഇവിടെ ശരിയായിട്ട് വരുന്നതാണ് എന്നുള്ള കാര്യം അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മുടെ ഓഗസ്റ്റ് 23 എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ഓരോ ദിവസത്തെയും കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സും തീംസും കാര്യങ്ങളും അവിടെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ് എന്നുള്ളതാണ്. ഏതാ നമ്മുടെ ഉത്തരം വരുന്നത്, ഓപ്ഷൻ സി, ചൈനയാണ് അല്ലെ. 6G ആദ്യമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ടു ലോക മനുഷ്യാവകാശ ദിനവുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നോക്കിയേ, ലോക മനുഷ്യാവകാശ ദിനം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 10. ഓക്കെ, ഡിസംബർ 10 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതാ പറയുന്നത് ഡേയ്സ് ആൻഡ് തീംസ് എന്ന് പറയുന്നത് എപ്പോഴും PSCയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവാർഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സ് കാര്യങ്ങളൊക്കെ ഒക്ടോബർ 31 നമുക്കറിയാം എന്താണ്, ഏകതാ ദിവസം അല്ലെങ്കിൽ യൂണിറ്റി ഡേ ആയിട്ട് നമ്മുടെ സർദാർ പട്ടേലിന്റെ ബർത്ത് ആനിവേഴ്സറി ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നതാണ്. അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീംസും കാര്യങ്ങളും അവിടെ പഠിച്ചു വെക്കുക. ജാനുവരി 9 NRI ഡേ ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെക്കാം. ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആക്ടിംഗ് ചെയർപേഴ്സൺ നമുക്കറിയാം നമ്മുടെ ആരാണ് വരുന്നത്, ശ്രീമതി വിജയഭാരതി സയാനിയാണ് അല്ലെ. വിജയഭാരതി സയാനിയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സണെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സണെ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ ഒപ്പം അതിന്റെ ചെയർപേഴ്സൺ ആരാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ച് വെക്കുക. വി രാമസുബ്രഹ്മണ്യനാണ് കേട്ടോ. വി രാമസുബ്രഹ്മണ്യനാണ് നമ്മുടെ ഈ പറയുന്ന NHRCയുടെ നിലവിലെ എന്താണ് ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്, വി രാമസുബ്രഹ്മണ്യൻ. ഓക്കെ, ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ഈ പറയുന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഈ പറയുന്ന നാഷണൽ ആയിട്ട് വരുന്ന പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്, കമ്മീഷൻസ് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അതിൽ ഈ പറയുന്ന ന്യൂനപക്ഷ കമ്മീഷന്റെ ആണെങ്കിലും SC ST ബാക്ക്വേർഡ് കമ്മീഷന്റെ ഒക്കെ ആണെങ്കിലും അതിന്റെ പ്രധാനപ്പെട്ട
പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്ന ഏരിയ നമുക്ക് ഇവിടുന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. സോ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകുമ്പോൾ സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി 2 മെഡലുകൾ നേടിയിട്ടുള്ള ആദ്യത്തെ താരം ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ, മനു ബാക്കർ ആണ്. അപ്പൊ നമ്മുടെ പാരീസ് ഒളിമ്പിക്സ് അതുപോലെ തന്നെ പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നതാണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഇന്ത്യക്കായിട്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇന്ത്യക്കായിട്ട് ആദ്യമായിട്ട് ഒരു എഡിഷനിൽ തന്നെ 2 മെഡലുകൾ നേടിയിട്ടുള്ള വ്യക്തിയാണ് മനു ബാക്കർ എന്ന് പറയുന്നത്. 2 ബ്രോൺസ് മെഡലുകളാണ് അവര് എയർ പിസ്റ്റലിൽ നേടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എഡിഷനിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ടൊരു മെഡൽ നേടിയ വ്യക്തി കൂടിയായിരുന്നു നമ്മുടെ മനു ബാക്കർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ പാരീസ് ഒളിമ്പിക്സും പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഓർമ്മിച്ച് വെക്കുക. പാരീസ് ഒളിമ്പിക്സ് നമുക്കറിയാം ഇമാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമാനുവൽ മാക്രോൺ ആണ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ മനു ബാക്കർ നമുക്ക് വളരെയധികം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള പല ഒളിമ്പ്യൻസും നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും പാരീസും പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചു വെക്കുക. ഓക്കെ, സോ അടുത്ത ചോദ്യമായിട്ട് വരുന്നത് നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ റീസെന്റ് നടക്കുന്ന എക്സാമുകളിലെല്ലാം നമുക്ക് കേരള ക്യാബിനറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അതിലെ അപ്പോയിന്റ്മെന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെയധികം കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ക്യാബിനറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഓരോ വകുപ്പും ആരാണ് കൈകാര്യം ചെയ്യുന്നത്, വിദ്യാഭ്യാസം ആയിക്കോട്ടെ നമ്മുടെ ശിവൻകുട്ടി, അതുപോലെ തന്നെ നമ്മുടെ ജലവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഷി അഗസ്റ്റിന് വരുന്നുണ്ട്, ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർ ബിന്ദു വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിഞ്ചു റാണി വരുന്നുണ്ട്. ഇത്തരത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. സോ എന്തായാലും കേരള ക്യാബിനറ്റ് അവിടെ ക്ലിയർ കട്ട് ആക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇതിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഡോക്ടർ എ ജയതിലകാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഓപ്ഷനുകളും കൂടെ നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക. എ ഷാജഹാൻ നമുക്കറിയാം IAS ഓഫീസർ ആണ്. അദ്ദേഹമാണ് നമ്മുടെ കേരള ഇലക്ഷൻ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിലവിലിരിക്കുന്നത്. അതുപോലെ തന്നെ നാഷണൽ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് വരുന്നത് ആരാണ്? നമ്മുടെ ജ്ഞാനേഷ് കുമാർ ആണ്. അപ്പോൾ നമ്മുടെ കേരള ക്യാബിനറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ നാഷണൽ ലെവലിൽ എങ്ങനെയാണ് ആളുകൾ ഇരിക്കുന്നത് എന്നുള്ള പൊസിഷനിൽ ഓരോരുത്തർ ഇരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം വരുന്നത് ISROയുടെ പുതിയ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ്. അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ISROയുടെ നിലവിലെ ചെയർമാൻ നമുക്കറിയാം ഡോക്ടർ വി നാരായണനാണ്. ഡോക്ടർ വി നാരായണനാണ് നമ്മുടെ നിലവിലെ ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ISROനെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ആരും കൂടെ പഠിച്ചു പോവാ, DRDOയുടെ നിലവിലെ ചെയർമാനെ കൂടെ പഠിച്ചു പോവാ. ആരാ? സമീർ വി കാമത്താണ്. ഓക്കെ, സമീർ വി കാമത്താണ് നമ്മുടെ DRDOയുടെ നിലവിലെ ചെയർമാൻ ആയിട്ട് ഇരിക്കുന്നത്. ISROയുടെ ആരാണ്? ഡോക്ടർ വി നാരായണനാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓരോ ഏരിയാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടെ നിന്നാണ് എന്തൊക്കെയാ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോവുക എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആണെങ്കിലും നമുക്ക് ഫ്രീ ടെലഗ്രാം ചാനൽ നമുക്കുണ്ട്. അതായത് അതിൽ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട് നമ്മൾ. പോളുകളായിട്ടാണെങ്കിലും അതെല്ലാം ടെംപ്ലേറ്റുകളാണെങ്കിലും ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പർ കട്ടിങ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു ബേർഡൻ ആക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും കറണ്ട് അഫയറിനെ പഠിച്ചു പോവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ഒരു ഗ്രൂപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. കൃത്യമായി ഓരോ ദിവസവും എന്ത് ചെയ്യുക, കറണ്ട് അഫയർ പഠിച്ചു പോവുക. സോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും മറ്റൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, ലൈക്ക് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ മറ്റു കുറച്ചധികം കാര്യങ്ങളുമായിട്ട് നമുക്ക് കാണാം. താങ്ക്